നടുവേദന, മുട്ടുവേദന, നീര്, പൈൽസ് തുടങ്ങി ഒരു 40-ൽ പരം അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയായിട്ടുള്ളൊരു ചെടി ഞാൻ കാണിച്ചു തരാം. ഈ ചെടി ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നേ. പണ്ട് ആശ്രമത്തിലായിരുന്നപ്പം ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആനച്ചുവടി ഇങ്ങനെ കുറുക്ക് പോലെ അരിപ്പൊടിയിൽ ചേർത്ത് അത് അരച്ച് അരിപ്പൊടിയും ചേർത്ത് കുറുക്കി കഴിക്കും. അപ്പം നടുവേദന മാറും. പിന്നെ രാത്രി ഭക്ഷണമായിട്ട് അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ണവും കുറയും, നീര് പോവും. അത്രയും സൂപ്പറായിട്ടുള്ളൊരു മരുന്നാണ് ആനച്ചുവടി. ഞാൻ കാണിച്ചു തരാം. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന പോലെ എനിക്ക് ഈ സ്ഥലത്ത് വന്നപ്പോൾ കിട്ടിയതാണ് ഇത്. കണ്ടോ, ഇതാണ് ആനച്ചുവടി. ഈ ആനച്ചുവടി എന്ന് വെച്ചാൽ ഇതിങ്ങനെ ആനയുടെ പാദം പോലെ ഇങ്ങനെ അത് കണ്ടോ, ഇതിങ്ങനെ പതിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇത് പറിച്ചെടുത്ത് ഇതിൻ്റെ വേരോടുകൂടി സമൂലം നല്ലപോലെ കഴുകി ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുത്ത് പാലിൽ ഒഴിച്ച് 2 നേരം കഴിക്കാനാണ് പറയുന്നത്. പൈൽസ് അങ്ങനെയുള്ളതൊക്കെ മാറും. പിന്നെ കഷായം ഇട്ട് കുടിക്കാം. അതായത് ഇത് 3-4 മൂടോടെ പറിച്ചിട്ട് ഒരു 10 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാം. ഇതിനൊരു ബ്യൂട്ടി ഇതുമുണ്ട്, അതായത് സ്കിൻ ക്ലിയർ ആവുമെന്നാണ് പറയുന്നത്. ആനച്ചുവടിയുടെ ഇത് കഴിച്ചാൽ സ്കിൻ ക്ലിയർ ആവും. ശരിക്കും നോക്കി വെച്ചോ, കണ്ടോ, ഇതാണ് ആനച്ചുവടി. അങ്ങനെ എത്ര അമൂല്യമായിട്ടുള്ള ഔഷധങ്ങളാണെന്നറിയോ നമ്മളറിയാതെ പോകുന്നത്. വെറുതെ വിഷം വാങ്ങിച്ച് നമ്മൾ കഴിച്ച് അസുഖത്തിന് പുറത്ത് അസുഖം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള മരുന്നുകളൊക്കെ വേണ്ട സമയത്ത് കൃത്യസമയത്ത് നമ്മൾ കഴിച്ച് ശീലമാക്കിയാൽ നമുക്ക് പല രോഗങ്ങളിൽ നിന്നും നമുക്ക് പ്രതിരോധം നേടാൻ പറ്റും. അല്ലാതെ എല്ലാ അസുഖം വന്നതിന് ശേഷം നമ്മൾ ഇത് കലക്കി കുടിക്കാനല്ല പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അവിടെയാണ് തെറ്റുന്നത്. എല്ലാം ഇങ്ങനെ ക്രിട്ടിക്കലാകുമ്പോൾ അവസാനം ഓടിച്ചെന്ന് ഇത് കഴിച്ചിട്ട് പറയും, ഇതാ ഈ വൈദ്യൻ തന്ന മരുന്ന് കഴിച്ചപ്പോൾ ഇങ്ങനെ പറ്റി. ഇത് വൈദ്യൻ തന്നുകൊണ്ടല്ല, നമ്മളുടെ പോക്കൃത്തരം കൊണ്ടാണ് അങ്ങനെ പറ്റിയത് എന്നാണ്